أعوذ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد എന്താണെന്നറിയാമോ നമ്മൾ അൽഹംദുലില്ലാ തഹാറത്തൊക്കെ പഠിച്ചു പിന്നെ വൃത്തിയാക്കണം ക്ലീൻ ആക്കണം ഒക്കെ പഠിച്ചു ഫിഖ്ഹില് ഇല്ലേ ഓർമ്മയില്ല എല്ലാവർക്കും ഇല്ലേ മാഹിയ തഹാറ ഇല്ലേ റഫ്ഉൽ ഹദസി സവാലുൻ നജസി ഹദസൊക്കെ മാറ്റണം നജസൊക്കെ മാറ്റണം ഒക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ ഓർമ്മ ഉള്ളവരൊക്കെ തലയിൽ കൈവെക്ക് ആ ആയിക്കോട്ടെ മാഷാ അല്ലാ ഓർമ്മയുണ്ട് ആയിക്കോട്ടെ ബാറക്കല്ലാഹു ഫീക് എന്താ തലയിൽ തപ്പി നോക്കുകയാണോ അവിടെ തന്നെ ഉണ്ടോ മറന്നുപോയോന്ന് ആയിക്കോട്ടെ ശരി അപ്പൊ എന്നാല് തുടങ്ങാം ഇനി നമ്മൾ ഇൻഷാല്ല വുദു എടുക്കാനും വുദുവിന്റെ കാര്യങ്ങള് നിസ്കാരത്തിന്റെ കാര്യങ്ങള് ഒക്കെയാണ് പഠിക്കുന്നത് കേട്ടോ ഇൻഷാല്ല അപ്പൊ എല്ലാരും കണ്ണും മൂക്കും ചെവിയും ഒക്കെ തുറന്ന് നല്ല വൃത്തിയായിട്ട് ഇരിക്കണം ഓക്കെ ഇൻഷാല്ല റെഡി അല്ലേ ആ ഇൻഷാല്ല ബിസ്മില്ല ഫസ്റ്റിലെ കാണുന്നുണ്ടോ എല്ലാവർക്കും കാണുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ് തരാൻ പോണേ ഓക്കെ അതിന്റെ ചിന്തിക്കണം ഒരു കാര്യം എന്താ ചിന്തിക്കണ്ടെന്ന് അറിയാമോ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ ഓക്കെ നിസ്കാരം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കണേ ഓക്കെ നിസ്കാരം പറഞ്ഞാൽ എന്താണ് ഇതാ സമയം പോണേ ആ ഓർമ്മിച്ച് നോക്കിയ നിസ്കാരം പറഞ്ഞാൽ എന്താ എന്താ ഈ നിസ്കാരം സ്വലാത്ത് നിസ്കാരം രണ്ട് ഒന്ന് സീറോ ഖലാസ് ആയിക്കോട്ടെ അപ്പൊ ഞാൻ ആരാ പറഞ്ഞുതരാം നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് ആരാ പറഞ്ഞുതരാം ആർക്ക് എന്താ അമ്മാറിന് എന്താ തോന്നുന്നത് എന്താ നിസ്കാരം പറഞ്ഞാൽ ഇബാദത്ത് ആ ഐമന് പറയാണ് ഉസ്താദ് ചോദിക്കാണ്ട് തന്നെ ഐമൻ പറയാണ് നിസ്കാരം പറഞ്ഞാൽ ഒരു ഇബാദത്താണ് അത് തെറ്റല്ല ശരിയാണ് അഹ്സൻ തിയ ഐമൻ എന്നാല് അമ്മാർ പറഞ്ഞേ ഒന്നുമില്ല നിസ്കാരം പറഞ്ഞ എന്താന്ന് അറിയില്ല അഹനാൻ പറഞ്ഞേ ആ ഇസ്ലാമിലെ സെക്കൻഡ് അഹ്സൻ തിയ മുംതാസ് ജിദ്ദൻ അർക്കാനുൽ ഈമാനിൽ രണ്ടാമത്തതാണ് നിസ്കാരം ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദതു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാ നിസ്കാരാണ് രണ്ടാമത്തെ അല്ലേ ഒന്നാമത്തത് ഷഹാദത്ത് അഹ്സൻ ഇനി ആരോട് ചോദിക്കാം എന്റെ ഫാത്തിമ കുട്ടി പറഞ്ഞേ ആ പറഞ്ഞോ ഇറ്റ്സ് ദ സെക്കൻഡ് പില്ലർ ഓഫ് ഇസ്ലാം അതല്ലേ ഹനാൻ പറഞ്ഞത് മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക് ഉഷാർ ഇറ്റ് ഈസ് ദ സെക്കൻഡ് പില്ലർ ഓഫ് ഇസ്ലാം പക്ഷെ ഫാത്തിമ ഇംഗ്ലീഷിലാ പറഞ്ഞേ കണ്ടറങ്ങി ആയിക്കോട്ടെ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് ഇനി ആർക്കാ അമ്മാറ് ആ വിടൂല മോനെ ഉസ്താദ് മറന്നിട്ടില്ല വേഗം പറഞ്ഞോ ഉസ്താദ് 30 സെക്കൻഡ് എന്നാണല്ലോ ചിന്തിക്കാന് മൂമിൻ പറഞ്ഞേ ആ കർമ്മമാണ് എന്താണ് കർമ്മമാണ് നിസ്കാരം നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണ ഒരു പ്രവൃത്തിയാണ് കർമ്മാണ് അല്ലേ ഒരു അമലാണ് മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക് യാ മുഅ്മിൻ അല്ലാഹു ബാരിക് ഇനി ആരാ മിൻഹത്താത്ത പറഞ്ഞേ നിസ്കാരം ഇബാദത്ത് നിസ്കാരം ഇബാദത്താണ് മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീകി ഇനിയിപ്പോ ആരാ പറയാൻ ബാക്കിയുള്ള എന്റെ അബ്ദുള്ളമാരുണ്ടല്ലോ 2 അബ്ദുള്ള ഉണ്ടല്ലോ യാ ഇബാദല്ലാ പറഞ്ഞോ നിസ്കരിക്കുന്നത് നിസ്കരിക്കുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് എന്നാണ് അതിനാണ് അബ്ദുള്ള പറയണത് ഓക്കെ അബ്ദുള്ള എന്താ പറയണത് ആ അള്ളാഹുവിനോട് സംസാരിക്കുന്നു അള്ളാഹുവിനോടുള്ള സംസാരമാണ് നിസ്കാരം നമ്മൾ നിസ്കാരത്തിൽ അള്ളാഹുവിനോട് എന്ത് ചെയ്യാണ് സംസാരിക്കാണ് അതെങ്ങനെ അള്ളാഹിനോട് സംസാരിക്കുക നിസ്കാരത്തിൽ നമ്മൾ ദുആകൾ ദിക്റുകളൊക്കെ ഇല്ലേ അത് അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കല്ലേ ദുആ ചെയ്യല്ലേ അല്ലേ അഹ്സൻത് അയ്യാ ആരെന്റെ കുട്ടിയെ പറഞ്ഞ അബ്ദുള്ള ബിൻ ആസാദ് സൂപ്പർ മാഷാ അല്ലാ തബാറക്കല്ലാ അത്ര ഉഷാറ് ആൻസർ ആയിട്ടോ അള്ളാഹു ബാരിക്
അമ്മാറേ പറഞ്ഞിട്ടില്ലാലോ. ഫാത്തിമ പറഞ്ഞല്ലേ? ആ ആയിക്കോട്ടെ. അമ്മാറെ ഒളിച്ചിരിക്കാൻ തോന്നുന്നുണ്ട്, കാണില്ലല്ലോ. അമ്മാറെ ഓടിപ്പോയോ? ആയിക്കോട്ടെ, എന്നാൽ നമുക്ക് ബാക്കി നോക്കിയാലോ. ഇൻഷാല്ലാ റെഡി അല്ലേ? എന്നാൽ ഉസ്താദ് ഒരു കാര്യം പറയട്ടെ. നിസ്കാരം പറഞ്ഞാൽ എന്താണെന്ന് ഉസ്താദ് പറയട്ടെ. റെഡിയാണോ? നിസ്കാരം എന്ന് പറഞ്ഞാല് അതൊരു ഇബാദത്താണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് വർഷിപ്പ്. അതൊരു ഇബാദത്താണ്. ആ ഇബാദത്ത് തക്ബീർ കൊണ്ട് തുടങ്ങും, സലാം കൊണ്ട് അവസാനിക്കും. ശരിയല്ലേ? അല്ലേ? അല്ലേ? തക്ബീർ കൊണ്ട് തുടങ്ങും, സലാം കൊണ്ട് അവസാനിക്കും. പിന്നെയോ അതിലുള്ളത് എന്താണ്? മൂമിൻ പറഞ്ഞതുപോലെ അമലുകളുണ്ട്, കർമ്മങ്ങളുണ്ട്, ഇല്ലേ? ആക്ഷൻസ് ഉണ്ട്. ശരിയല്ലേ? നിങ്ങൾ എല്ലാരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്, ഉസ്താദ് പറയണതും. നോക്ക്, ഇബാദത്താണ്, തക്ബീർ കൊണ്ട് തുടങ്ങണം, സലാം കൊണ്ട് അവസാനിപ്പിക്കണം. പിന്നെ അതൊരു എന്താണ്? പിന്നെ കർമ്മങ്ങളാണ്, ആക്ഷൻസ് ആണ്, നമ്മൾ ചെയ്യണ പ്രവർത്തികളാണ്. പിന്നെയോ പിന്നെ നമ്മളെ ഐമനല്ലേ പറഞ്ഞത്? അത് ഐമനല്ലല്ലോ, അബ്ദുള്ള ബിൻ ആസാദ് അല്ലേ പറഞ്ഞ അള്ളഹാനോടുള്ള സംസാരാണ്, ഇല്ലേ? വേർഡ്സ് ആണ്, നമ്മൾ സംസാരിക്കുന്നതാണ്, ഇല്ലേ? അല്ലേ? അല്ലേ? അതുകൊണ്ടാ ഉസ്താദിക്ക് ഇത്ര സന്തോഷമായത്. ഉസ്താദ് പറയാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ തന്നെ പറഞ്ഞത്, ആലോചിച്ചിട്ട്. മാഷാല്ലാ, തബാറക്കല്ലാ, സൂപ്പർ ആയിട്ടോ. പക്ഷെ എപ്പോഴും നമ്മൾ ആലോചിച്ചാല് കറക്റ്റ് ഉത്തരം തന്നെ കിട്ടണമെന്നില്ല കേട്ടോ. ചിലപ്പോ തെറ്റിപ്പോവും. നമ്മള് പഠിച്ചിട്ട് തന്നെയാണ് പറയേണ്ടത് കേട്ടോ. ഇൻഷാല്ലാ. ആയിക്കോട്ടെ. അപ്പൊ എന്തായി? നമ്മൾ എന്ത് മനസ്സിലാക്കി? നിസ്കാരം പറഞ്ഞാൽ എത്ര കാര്യം പറഞ്ഞു? തക്ബീർ കൊണ്ട് തുടങ്ങുന്ന, സലാം കൊണ്ട് തീർക്കുന്ന ഇബാദത്താണ് നിസ്കാരം. അതിൽ ആക്ഷൻസ് ഉണ്ട്, ചെയ്യണ പ്രവർത്തനങ്ങളുണ്ട്, വേർഡ്സും ഉണ്ട്, ഇല്ലേ? റെഡിയാണോ? റെഡിയാണോ? പിന്നെന്താ? ഓക്കെ, ഇതായിരിക്കാ പറയാൻ പറ്റാ? ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം ആയിരിക്കാ പറയാൻ പറ്റാ? നോക്കട്ടെ, ആർക്കാ ധൈര്യമുള്ള പറയാന്? ഇപ്പൊ ഉസ്താദ് പറഞ്ഞ എല്ലാ പോയിന്റും പറയാൻ ധൈര്യമുള്ള ആർക്കും ധൈര്യമില്ലേ? ഫാത്തിമ. ഫാത്തിമ പറഞ്ഞോ. ഉം. ആ നിസ്കാരം സ്റ്റാർട്ട് ചെയ്യുമ്പം തക്ബീർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. എന്ത് ചെയ്യുമ്പം ഉം. സലാം കൊണ്ട് എന്ത് ചെയ്യും. എന്ത് ചെയ്യും? പിന്നെ കുറെ അത് അമലുകളുണ്ട്. അതിൽ കുറെ അമലുകളും ഉണ്ട്. പിന്നെ സംസാരം ഉണ്ട്, അല്ലേ? സംസാരം മീൻസ് ദിക്റുകൾ ഉണ്ട്, അല്ലേ? ദിക്റുകൾ ഉണ്ട്. പിന്നെ അതൊരു ഇബാദത്താണ് നിസ്കാരം, അല്ലേ? പിന്നെ നിസ്കാരം എന്താണ്? ഒരു ഇബാദത്വമാണ് കേട്ടോ. മാഷാല്ലാ, തബാറക്കല്ലാ. പിന്നെന്താന്നറിയാമോ? തന്നെ ആർക്ക് വേറൊരാൾ കൂടി കൂടി ചോദിക്കട്ടെ. അബ്ദുള്ള ബിൻ ആസാദ് പറഞ്ഞേ, എല്ലാ കാര്യങ്ങളും പറയണേ. ആ തുടങ്ങുമ്പോ തക്ബീർ കൊണ്ട് തുടങ്ങും, അവസാനിക്കുമ്പോ സലാം കൊണ്ട് അവസാനിക്കും. അങ്ങനെയുള്ള ഒരു അതിൽ കുറെ കർമ്മങ്ങളുണ്ട്, പിന്നെയോ ഇബാദത്തുണ്ട്, ആ സംസാരമുണ്ട്. മാഷാല്ലാ, സംസാരമുണ്ട്, അല്ലേ? ഒക്കെയുള്ള കാര്യമാണ് നിസ്കാരം കേട്ടോ. ഇൻഷാല്ലാ. ഇനി അടുത്ത നോക്കിയാലോ. റെഡിയാണോ? ഇറ്റ് ഈസ് രണ്ടാമത്തെ, അത് നിങ്ങൾ എല്ലാവരും പറഞ്ഞതാണല്ലോ, സെക്കൻഡ് പില്ലർ ഓഫ് ഇസ്ലാം, അല്ലേ? അർക്കാനുൽ ഇസ്ലാമിൽ രണ്ടാമത്തതാണ് നിസ്കാരം. ഒന്നാമത്തത് ഷഹാദത്താണ്, 2 നിസ്കാരം, മൂന്നാമത്തത് സക്കാത്താണ്, 4 ഹജ്ജാണ്, 5 ഹജ്ജാണ്. ഓർമ്മയില്ലേ? എല്ലാവർക്കും അറിയില്ലേ? ഇൻഷാല്ലാ അഖീദ വരുമ്പോ അഖീദയിൽ അതിന്റെ പാടുണ്ട്. അത് എത്തുമ്പോ നമ്മൾ നന്നായിട്ട് പഠിക്കും കേട്ടോ. തീരെ അറിയാത്തവരുണ്ടെങ്കിൽ കരയണ്ട, ആരും കരയണ്ട, അറിയില്ല പറഞ്ഞ് കരയണ്ട. അത് നമ്മൾ പഠിക്കും കേട്ടോ, ഇൻഷാല്ലാ. ഓക്കെ, ശരി. എന്നാല് നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം നിസ്കരിക്കണം? 5 ടൈംസ്, 5 വട്ടം, 5 നമസ്കാരം. 5 മതിയോ? അത് നിർബന്ധമായിട്ട് നിസ്കരിക്കണോ? നിസ്കരിക്കണം, അല്ലേ? മാഷാല്ലാ. വേണമെങ്കിൽ നിസ്കരിച്ചാ പോരാ, നിർബന്ധമായിട്ടും 5 പ്രാവശ്യം നമ്മൾ നിസ്കരിക്കണം. ശരിയല്ലേ? നിസ്കരിക്കണം.
എന്താണ്? കഴിഞ്ഞില്ലെങ്കിൽ നിസ്കരിക്കണോ? കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ നിസ്കരിക്കുക? കഴിയുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ നിസ്കരിക്കുക? എന്തായാലും തീ ഇരുന്നിട്ട് നിസ്കരിക്കാം. അല്ലേ? തീരെ കഴിഞ്ഞില്ലെങ്കിൽ മനസ്സുകൊണ്ട് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ നിസ്കരിക്കണം അല്ലേ? മാഷാ അല്ലാ, അഹ്സൻത് യാ ഹനാൻ, ബാറക്കല്ലാഹു ഫീക്. ശരി, അപ്പോ അള്ളാഹുവായിട്ട് നമ്മൾക്കൊരു ബന്ധം ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം ഇല്ലേ? നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് സംസാരിക്കലാണ് നിസ്കാരം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അള്ളാഹുക്ക് നമ്മളെ നല്ല ഇഷ്ടം ഉണ്ടാവും നിസ്കരിക്കുന്ന ആൾക്കാരെ ഇല്ലേ? 5 നേരം നിസ്കരിക്കുമ്പോൾ നമ്മൾ 5 പ്രാവശ്യം അള്ളാഹുവിനോട് സംസാരിക്കാണ് ഇല്ലേ? അപ്പൊ നമുക്ക് അള്ളാഹുവിന് നമ്മളെ നല്ല ഇഷ്ടം ഉണ്ടാവും, നമുക്ക് അള്ളാഹുവിനെ നല്ല ഇഷ്ടം ഉണ്ടാവും. നമ്മൾ എപ്പോഴും നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കൂലേ? ഇല്ലേ? ഇല്ലേ? അപ്പൊ അള്ളാഹു ആണെങ്കിലോ, നമ്മൾ ദിവസം 5 നേരം നമ്മൾ അള്ളാഹിനോട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നിസ്കാരത്തിലൂടെ ഇല്ലേ? നമ്മൾ ചോദിക്കണതൊക്കെ അള്ളാഹ് തരും ഇൻഷാ അള്ളാ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആരാണ്? അള്ളാഹുവിനാണ് ഇല്ലേ? അപ്പൊ നിസ്കാരത്തിലൂടെ നമുക്ക് അള്ളാഹുവുമായിട്ടൊരു നല്ല കണക്ഷൻ ഉണ്ടാവും, നല്ലൊരു ബന്ധം ഉണ്ടാവും ഇല്ലേ? ശരിയല്ലേ ഉസ്താദ് പറഞ്ഞത്? ശരിയല്ലേ? ശരിയാണോ? ശരിയല്ലേ? ശരിയാണ്. മാഷാ അല്ലാ, ബാറക്കല്ലാ. എന്നാ നമുക്ക് അടുത്ത എന്താ നോക്കിയാലോ? റെഡി അല്ലേ? ഇതെന്താ ഫസ്റ്റത്തത്? എന്താ കണ്ട മോളില് എന്താ ഉള്ളത് അബ്ദുള്ള? നിങ്ങൾ മൈക്കോണാക്കി പറഞ്ഞത് എന്താ നിങ്ങൾ കാണുന്നത്? മേഘം മേഘം രാത്രിയുള്ള മേഘാണോ രാവിലെയുള്ള മേഘാണോ? മഴയാ? രാത്രി ആ, ആയിക്കോട്ടെ, രാത്രിയാണല്ലേ. എന്നാ ഉസ്താദ് പറയട്ടെ, എന്തിനാ ഇവിടെ ഒരു രാത്രി കൊടുത്തതെന്ന് അറിയാമോ? പണ്ടൊരു രാത്രിയില്, ഇത് കഥയാട്ടോ, നിസ്കാരത്തിന്റെ സ്റ്റോറിയാണ് ഇത് കാണുന്നത് നിങ്ങള്. നിസ്കാരത്തിന്റെ ആർക്കെങ്കിലും ഹനാന് മനസ്സിലായി ഈ സ്റ്റോറി എന്താന്ന് പറഞ്ഞാല്? എന്നിട്ട് നബി മടങ്ങുമ്പോണ്ട് മൂസ അലൈഹിസ്സലാം കണ്ടിട്ട് ഒരു ടൈംസ് നിസ്കരിക്കണം. ഇന്നലെ പറഞ്ഞ് 15 ടൈംസ് നിസ്കരിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക്. എന്നിട്ട് പിന്നെ കുറക്കാൻ പറഞ്ഞ്, എന്നിട്ട് 5 ആക്കി. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകി ഹനാൻ. നമുക്ക് കൊടുത്ത ഗിഫ്റ്റ് നമുക്ക് തന്നു. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ഗിഫ്റ്റ് നമുക്ക് തന്നു അല്ലേ? അതാണ് നിസ്കാരം. സൂപ്പർ. രണ്ടും ശരിയാണ് കേട്ടോ. ഒരു ദിവസം രാത്രി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ആകാശത്തേക്ക് കൊണ്ടുപോയി. 7 ആകാശത്തിന്റെ മുകളിൽ കൊണ്ടുപോയി. മിഅ്റാജ് എന്നാണ് അതിന് പറയാ. എന്താ പറയാ മിൻഹത്താത്ത? മിഅ്റാജ്. എന്താ പറയാ? മിഅ്റാജ്. മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് പോയിട്ട് അവിടുന്ന് അള്ളാഹു ഒരു സമ്മാനം കൊടുത്തു. അള്ളാഹു പറഞ്ഞു, നീയും മുസ്ലിമീങ്ങളും എല്ലാരും ദിവസവും 50 പ്രാവശ്യം നിസ്കരിക്കണം. എത്ര പ്രാവശ്യം നിസ്കരിക്കണം? 5 പ്രാവശ്യമോ? അല്ല, അള്ളാഹു പറഞ്ഞു 50 പ്രാവശ്യം, 50 ടൈംസ് നിസ്കരിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റോ 50 പ്രാവശ്യം ദിവസം നിസ്കരിക്കാന്? പറ്റോ? വിചാരിച്ചാ പറ്റൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ആകെ ബുദ്ധിമുട്ടായിപ്പോ. നമുക്ക് ജോലിക്ക് പോവാനോ പഠിക്കാൻ പോവാനോ ഒന്നിനും സമയം കിട്ടൂല അല്ലേ? നിസ്കരിച്ചോണ്ടേ ഇരിക്കേണ്ടി വരും അല്ലേ? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി എന്താ പറഞ്ഞത്? നബി പറഞ്ഞു 50 പ്രാവശ്യം ഒന്നും നിസ്കരിക്കാൻ പറ്റൂല എന്നൊന്നും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞത് കേട്ട് തിരിച്ചു വന്നു. തിരിച്ച് ആകാശത്തുനിന്ന് താഴേക്ക് വരുമ്പോ അതാ മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട് ആകാശത്ത്.
മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു. അതാ അവിടെ കണ്ട മൂസാ നബി, കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ടോ? നബി മൂസ അലൈഹിസ്സലാം കണ്ടോ? ആ മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന് മൂസാ നബി ചോദിച്ചു മുഹമ്മദ് നബിയോട്, നമ്മളെ നബിയോട് ചോദിച്ചു, അല്ല അള്ളാഹുവിന്റെ അടുത്ത് പോയിട്ട് എന്താ പറഞ്ഞത്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട് 50 നേരം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മുഹമ്മദ് നിന്റെ ആൾക്കാർക്ക് 50 പ്രാവശ്യം നിസ്കരിക്കലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് നിസ്കരിക്കാൻ കഴിയില്ല. നീ അള്ളാഹുവിനോട് പോയിട്ട് ചോദിച്ചു നോക്ക്, അള്ളാഹുവിനോട് പോയിട്ട് ചോദിച്ചു നോക്ക്, അള്ളാഹു നിനക്ക് കുറച്ച് തരും പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയി. അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയിട്ട് അള്ളാഹു കുറച്ച് കൊടുത്തു. 50 ഉള്ളത് അള്ളാഹു എത്ര ആക്കി കൊടുത്തു? 5. 5 ആക്കി കൊടുത്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? 5 ആക്കിയാലും 50 പ്രാവശ്യം നിസ്കരിച്ച കൂലിയാ കിട്ടുക. ഒരു നിസ്കാരത്തിന് 10 വെച്ചിട്ട് അള്ളാഹു കൊടുക്കും. അപ്പൊ 5 നിസ്കരിച്ചാൽ എത്ര നിസ്കരിച്ച കൂലി ഉണ്ടാവും? 50. ആ അള്ളാഹു അങ്ങനെയാ കുറച്ച് കൊടുത്തത്. അള്ളാഹുവിന് നമ്മൾ എന്ത് ഇഷ്ടാ നോക്കിയില്ലേ? അള്ളാഹു നമ്മൾക്ക് കുറച്ച് തന്നു, പക്ഷെ കൂലി കുറച്ചോ? നിസ്കാരത്തിന്റെ എണ്ണം മാത്രം കുറച്ചു, പക്ഷെ അതിന്റെ കൂലി കുറച്ചോ? ഇല്ല. സുബ്ഹാനല്ലാഹ്. കണ്ടോ, അള്ളാഹു നമ്മൾക്ക് തന്ന വലിയ നിഅമത്തല്ലേ? സുബ്ഹാനല്ലാഹ്. കണ്ടോ, അപ്പൊ 5 നേരം നിസ്കരിച്ചു കഴിഞ്ഞാല്, നന്നായിട്ട് നിസ്കരിച്ചാൽ അള്ളാഹു നമുക്ക് കുറെ പ്രതിഫലം തരും, കുറെ കൂലി തരും കേട്ടോ. അതാണ് നിസ്കാരത്തിന്റെ കഥ. നമുക്കൊരു ക്വിസ് ചെയ്താലോ? റെഡിയാണോ? ഒരു ക്വിസ് കളിച്ചാലോ? ആ. ആ. ആ ഓക്കെ. അപ്പൊ ദാ ഞാനിപ്പം തുറക്കാട്ടോ. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് എടുക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ ഗ്രൂപ്പ് എടുക്കുക. അതിൽ ഉസ്താദ് ക്വിസിന്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, ഇംഗ്ലീഷിലാണ് കേട്ടോ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാവണില്ലെങ്കിൽ ഉസ്താദിനോട് ചോദിച്ചാ മതി ട്ടോ. ഓക്കെ, മിനിറ്റ്. ഒന്നും കാണുന്നില്ലല്ലോ. ഒരു മിനിറ്റ് ഉസ്താദ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ചാറ്റ് ബോക്സിൽ ഇപ്പൊ അയച്ചുതരാം കേട്ടോ. ഇപ്പൊ ഉസ്താദ് ഒരു ലിങ്ക് അയക്കും, ചാറ്റ് ബോക്സിലോ ഗ്രൂപ്പിലോ രണ്ടിലോ അയക്കും ഇപ്പം. അപ്പൊ അത് നോക്കിയിട്ട് എന്ത് ചെയ്യാ, അതെടുത്താല് നിങ്ങൾക്ക് ഗെയിമിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, ആ നോക്കാം നമ്മൾ ആരാ ഫസ്റ്റ് ആവാന്ന്. കേറിയോ? ഞാൻ കേറിക്കോട്ടോ. മിൻഹ കേറി. മിൻഹത്താത്ത വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടണില്ലെങ്കിൽ ആരെങ്കിലും പിന്നെ ഉമ്മാന്റെ ക്യാമറ ഓഫ് ആക്കിയിട്ട് ഉമ്മാനെയോ ഉപ്പാനെയോ ആരെങ്കിലും വിളിക്കട്ടോ. ക്യാമറ ഓഫ് ആക്കണേ. ആ ഐമൻ വന്നോ? വേഗം വേഗം ഓടി വരൂ, ചാടി വരൂ കുട്ടികളെ. എന്താ നിങ്ങൾ ഇത്ര സ്ലോ? വേഗം. ആ അതാരാ? ഫാത്തിമ വന്നു, ഹനാന് വന്നു, ഹനാന് വന്നു. അബ്ദുള്ള ബിൻ അഷ്റഫ് വന്നു. അബ്ദുള്ള ബിൻ ആസാദ് എവിടെ? മൂമിൻ എവിടെ? മൂമിൻ പോയോ? അമ്മാർ, അമ്മാർ വന്നോ? എല്ലാരും വന്നില്ലേ? 8 ആള് വന്നു. 1 2 3 4 5 6 7 7 ആയിട്ടുള്ളൂ. മൊത്തം 8. ഓക്കെ, 7 ആള്. അപ്പൊ തുടങ്ങിയാലോ? റെഡിയാണോ? എല്ലാരും മൈക്ക് ഓൺ ആക്കി വെച്ചോട്ടോ. മൈക്ക് ഓൺ ആക്കി വെക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? തുടങ്ങിയാലോ? സെറ്റ് അല്ലേ? ഓക്കെ,
മ്യൂസിക് ഓഫ് ആക്കണം കേട്ടോ. അതിൽ ചിലപ്പോൾ മ്യൂസിക് കേൾക്കും, അത് ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ഓഫ് ആക്കുക കേട്ടോ ഇൻഷാ അല്ലാ. ഓക്കെ, ചോദ്യം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിക്കുക. മിൻഹ, ഒരു ഉത്തരം ശരിയായി. മിൻഹാണ് മുകളിലുള്ളത്. അബ്ദുള്ള, അമ്മാർ, ഹനാൻ. ഓവർ നിൽക്കാനാ എന്താണ്? സ്റ്റാർട്ട് ഓവർ എന്നുള്ളത് നിൽക്കാനാ. സ്റ്റാർട്ട്, അവിടെ പേരടിച്ചിട്ട് സ്റ്റാർട്ട് നിൽക്കുക. കിട്ടിയോ ഫാത്തിമ? കിട്ടിയോ? ഹനാന്, അമ്മാറ്, മിൻഹ. ഇതാരാ നമ്പർ അടിച്ചിട്ടുണ്ടല്ലോ? ഇതാരാ ഉസ്താദ് അറിഞ്ഞില്ലല്ലോ. ആയിക്കോട്ടെ. ഹനാൻ, അമ്മാർ, മിൻഹ. മാഷാ അല്ലാ, തബാറക്കല്ലാ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഹനാന് 4 ശരിയായി. അമ്മാർ മുകളിൽ കയറിയിട്ടുണ്ട്. മിൻഹ, അമ്മാർ, ഹനാൻ, മിൻഹ ആണ് മുകളിലുള്ളത്. പിന്നെ ഒരു നമ്പർ അടിച്ചിട്ട് ആരോ ഉണ്ട്, അത് ആരാന്ന് അറിയില്ല. അബ്ദുള്ള ബിൻ ആസാദ് എന്താ ചെയ്യാൻ പറ്റണില്ലേ? ഐമനെ, ഐമൻ ചെയ്യണുണ്ട്. അബ്ദുള്ള ബിൻ ആസാദ്, ഫാത്തിമക്ക് ചെയ്യാൻ പറ്റണില്ല. ഉട്ടു ഫാത്തിമ, ഇല്ല. എന്താ ഫുള്ള് ബാക്ക് അടിച്ചിട്ട് രണ്ടാമത് ലിങ്കിൽ ജോയിൻ ചെയ്തോ? അബ്ദുള്ള, ആര് വീട്ടിൽ വലിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൊടുത്തു നോക്കുക, അവർ ചെയ്തുതരും. ഫാത്തിമ, ഐമന് ചെയ്യാൻ പറ്റണില്ല. ഐമനെ ആ പറ്റുന്നുണ്ടോ? ചെയ്തു. ഐമൻ 2 ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അമ്മാർ എന്താ 2 അമ്മാർ ഉണ്ടോ? അത് നല്ല രസമുണ്ടല്ലോ. ആയിക്കോട്ടെ. അബ്ദുള്ള ബിൻ ആസാദ് ചെയ്യണില്ലേ? അബ്ദുള്ള ബിൻ അഷ്റഫ് ഉണ്ട്. അബ്ദുള്ള ബിൻ ആസാദ് എന്താ പറ്റി? ആരാ ഫസ്റ്റ്? അമ്മാർ, ഹനാന്, മിൻഹ, അമ്മാർ, സെയ്ദ്, അബ്ദുള്ള ബിൻ അഷ്റഫ്. ഫസ്റ്റ് ലാസ്റ്റ് വരും കേട്ടോ. ലാസ്റ്റ് അതിന്റെ റിസൾട്ട് വരും. ഇൻഷാ അല്ലാ. വേഗം ചെയ്തോ. കഴിഞ്ഞോ? സാർ നിർത്താൻ പോണേ, ടൈം ഓവർ ആയിട്ടുണ്ട്. അബ്ദുള്ള ബിൻ ആസാദ് എന്ത് പറ്റി കുട്ടൂസ്? ഒന്നും ചെയ്തില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എൻഡ് ചെയ്യാൻ പോണേ. ആരാണ് ഫസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് ഇപ്പൊ റിസൾട്ട് വരും ഇൻഷാ അല്ലാ. റെഡി അല്ലേ? 5, 4, 3. അബ്ദുള്ള ബിൻ അഷ്റഫ്, അബ്ദുള്ള വേഗം ചെയ്തോ. ഒന്ന് തെറ്റിപ്പോയോ? ഖദ്ദറല്ലാഹു മാ ശാ ഫഅൽ. 5, 4, 3, 2, 1, 0. റിസൾട്ട് കണ്ടില്ലേ റിസൾട്ട്? ഓക്കെ, ഞാനിപ്പോൾ ഗ്രൂപ്പിൽ ഇടാൻ പോവാണ് റിസൾട്ട് കേട്ടോ. അതിപ്പം തന്നെ ഇട്ടില്ലെങ്കിൽ ഉസ്താദിന്റെ അടുത്തുന്നത് പിന്നെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇപ്പം തന്നെ ഇടുന്നത്, ലൈവായിട്ട് ഇപ്പൊ തന്നെ ഇട്ടത്. ഓക്കെ, നമുക്ക് ഇതിന്റെ മുഖം മായ്ക്കണം. ഇങ്ങനത്തെ ചിത്രങ്ങളൊന്നും വരക്കാൻ പറ്റൂല അല്ലേ? നമുക്കത് മായ്ച്ചളയാം. ഓക്കെ, ജീവനുള്ള ചിത്രം വരക്കാൻ പറ്റില്ല. നമുക്ക് അതിന്റെ മുഖം മായ്ച്ചണം. ഓക്കെ, മുഖം മായ്ച്ചു. റെഡി അല്ലേ? ശരി, അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ, ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ആരാ ഉസ്താദിനൊന്ന് പറഞ്ഞുതരാ? ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ആരൊന്ന് പറഞ്ഞുതരാ? ഏതെങ്കിലും ഒരു കാര്യം ഫാത്തിമ പറഞ്ഞേ. എല്ലാരും ഓരോ കാര്യം പറയണേ. എല്ലാരും ഓർമ്മിച്ച് വെക്കുക എന്താ പറയണ്ടേന്ന് ട്ടാ. പറഞ്ഞോ, ആരാ പറയാ? ഹനാൻ പറഞ്ഞേ.
What is Salah? വാട്ട് ഈസ് സലാം അല്ലേ? Second pillar of Islam. സെക്കൻഡ് പില്ലർ ഓഫ് ഇസ്ലാം പഠിച്ചു. പിന്നെ പിന്നെന്താ പഠിച്ചേ? മെഹ്റാജ്. മെഹ്റാജിന്റെ കഥ. മെഹറാജിന്റെ കഥ പഠിച്ചു. മാഷാ അല്ലാ. ആയിക്കോട്ടെ, ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ ആർക്കാ പറയാൻ പറ്റാ? അബ്ദുള്ള പറഞ്ഞേ, അബ്ദുള്ള ബിൻ അഷ്റഫ്. Start with ഉം? ഒന്നും പഠിച്ചില്ലേ? സ്റ്റാർട്ട് വിത്ത് തക്ബീർ. takbir and with തസ്ലീം. taslim. അഹ്സൻത് യാ അബ്ദുള്ള, ബാറക്കല്ലാഹു ഫീക്ക്. ഐമൻ മോൻ പറഞ്ഞേ, ഐമൻ കുട്ടീസ് പറഞ്ഞോ? നിസ്കാരം തക്ബീർ കൊണ്ട് ഫസ്റ്റ് ചെയ്യും, പിന്നെ അവസാനം സലാം കൊണ്ട് അവസാനിക്കും. പിന്നെ എന്താ ഇതില് സംസാരങ്ങളും ഇബാദത്തും അമലുകളൊക്കെ ഉണ്ട്. നമസ്കാരം അല്ലേ? മാഷാ അല്ലാ, തബാറക്കല്ലാ, അഹ്സൻതും, ബാറക്കല്ലാഹു ഫീക്കും. ഇനി ആരാ പറയാ? മിൻഹ കുട്ടി പറഞ്ഞേ. തക്ബീറിൽ സ്റ്റാർട്ട് ആക്കൂ, സലാമിന്റെ എന്താ? തക്ബീർ കൊണ്ട് സ്റ്റാർട്ടാക്കും, സലാം കൊണ്ട് എന്ത് ചെയ്യും അല്ലേ? എല്ലാരും ഒരേ പോയിന്റ് തന്നെയാ പറയണത്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. അപ്പൊ എന്നാല് ഉസ്താദ് പോട്ടെ, ഇൻഷാ അല്ലാ. പിന്നെ ഇത്രയാണ് ക്ലാസ് ഉള്ളത് കേട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഇല്ല, ഇനി ഉണ്ടാവില്ല കേട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത.